ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാകാൻ പോകുന്നത് മുതിര ഉണ്ടല്ലോ, മുതിരയും കുറച്ച് കല്ലുപ്പും കുറച്ച് കായപ്പൊടിയും കറിവേപ്പില ഇത്രയും സാധനം വെച്ച് നമുക്കിപ്പോൾ എന്തെങ്കിലും കറി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. ടേസ്റ്റ് കുറവെന്ന് തോന്നിയാൽ ഇത് വറുത്ത് പൊടിച്ച് ഒരു നുള്ള് അതിനകത്ത് ഇട്ടാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഏത് കറി വെച്ചാലും ശരിയാണ്, പച്ചക്കറി ആയാലും ഇറച്ചിയ മീനോ എന്ത് കറി വെച്ചാലും ടേസ്റ്റ് ഇത്തിരി കുറഞ്ഞെന്ന് വെച്ചോ. അതിന് ഈ മുതിരയും കുറച്ച് കല്ലുപ്പും കുറച്ച് കായം അതും കൂടി വറുത്ത് പൊടിച്ച് ഒരു ടിന്നിലാക്കി വെക്കുക. എന്നിട്ട് നമുക്കിങ്ങനെ കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ ഒരു രുചിക്കുറവ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു നുള്ള് ആ കറിയിലേക്ക് എടുത്തിടുക. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ. ആദ്യം നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. സ്റ്റൗ ഒന്ന് ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ. ചട്ടി ചൂടാവട്ടെ. നമുക്കിത് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് എടുക്കണുള്ളൂ കേട്ടോ, ഇത്രയും എടുക്കണില്ലേ. ഇതിൽ നിന്ന് ഒരു പാത്രം മാത്രമേ, ഈ ഒരു കപ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഇത് നമുക്ക് വറുത്ത് പൊടിച്ച് വയ്ക്കാം. ഇവിടെ ഇരിക്കട്ടെ. കായപ്പൊടി ഉണ്ട്, അത്രയും ഇതിന് മുതിരയ്ക്ക് ഇത്രയും കായം മതി കേട്ടോ. കുറച്ച് കായം മതി, അധികം കായമൊന്നും വേണ്ട. നമുക്ക് ആവശ്യത്തിനുള്ള കായം മതി. കായമൊക്കെ അധികമായാലും ചുവ ഉണ്ടാവില്ലേ, അപ്പോൾ ആ കായം അത്രയും മതി. ആവശ്യത്തിന് ഉപ്പും വേണം കേട്ടോ. ഉപ്പ് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും നോക്കാം എന്തോരം മതിയാവും എന്നുള്ളത് അറിയാൻ പാടില്ല. നമുക്ക് ഉപ്പ് അധികം ആകാൻ പാടില്ലല്ലോ. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കിയിട്ട് പറയാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഉഴുന്നിട്ട് കൊടുക്കാം, മുതിര ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്ര എടുത്തിട്ടുള്ളൂ ഞാൻ. ഇതൊന്ന് പയ്യെ വറുത്ത് കൊടുക്കാം. ഇത് പൊടിയാൻ പാകത്തിന് മൂപ്പ് വേണം കേട്ടോ, അല്ലെങ്കിൽ മിക്സിയിലിട്ടാൽ പൊടിയില്ല. നല്ലോണം മൂക്കണം. ഇപ്പം എന്തൊക്കെയാണ്? കുറച്ച് മുതിരയും കുറച്ച് കായവും കുറച്ച് കല്ലുപ്പും കറിവേപ്പിലയും, അത്രയും സാധനം മതി. ചൂടാവട്ടെ കേട്ടോ. നല്ലോണം ചൂടായാലേ മിക്സിയിലിട്ട് പൊടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് എടുത്ത് കടിച്ച് നോക്കണം പൊട്ടുമോന്നറിയാനായിട്ട്. മൂത്ത് വരട്ടെ. പൊടുപൊടുപൊടുന്ന് പറഞ്ഞ് പൊട്ടും മുതിര. ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഈ പാത്രത്തിലേക്ക് തട്ടിക്കൊടുക്കാം കേട്ടോ. ചൂടാറട്ടെ. ഈ കറിവേപ്പിലയും ഇട്ട് വറുത്ത് കൊടുക്കാം. സ്റ്റൗ ഒന്ന് കുറച്ച് വെക്കട്ടെ. ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇത് വറുത്തെടുക്കാം. കറിവേപ്പിലയും വറുത്ത് വന്നിട്ടുണ്ട്. അതും മാറ്റി കൊടുക്കാം നമുക്ക്.
കല്ലുപ്പും കൂടി ഇതിനകത്തിടാണ് കേട്ടോ. കുറച്ചിടാം. കായപ്പൊടി ഇടാം. വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കല്ലുപ്പും കായപ്പൊടിയും കറിവേപ്പിലയും കൂടി വറുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം കേട്ടോ. നമുക്ക് മിക്സിയിലാണ് പണി. ഇതൊന്ന് ആറിക്കോട്ടെ. ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമുക്കിത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് പൊടിക്കാം കേട്ടോ. ഇത് നല്ലോണം പൊടിച്ചു വരാം. അപ്പോൾ വെയിറ്റ് ചെയ്യാം. അപ്പം അരച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അരച്ചല്ല, പൊടിച്ചു വന്നിട്ടുണ്ട്. ഇത് ഈ പാത്രത്തിലേക്ക് തട്ടിക്കൊടുക്കാം. വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. എനിക്കിതിപ്പോൾ ഒരു 2 മാസം 3 മാസത്തേക്കൊക്കെ ഉണ്ടാവും ഈ പൊടി. ഇത്രേ പണിയുള്ളൂ. ഇതൊന്ന് ചൂടാക്കി എടുക്കുക. നല്ലോണം ചൂടാക്കി എടുത്തിട്ട് കറിവേപ്പിലയും ഉപ്പും കായപ്പൊടി, ഉപ്പും ഒക്കെ ആവശ്യത്തിന് ഇടണം കേട്ടോ. കായവും ആവശ്യത്തിന് ഇട്ടാൽ മതി, കൂടുതലായാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ.